ഹായ്, ഇന്ന് നമുക്കൊരു ഹിന്ദി സൈക്കോളജിക്കൽ ക്രൈം ത്രില്ലർ സിനിമയെ പരിചയപ്പെടാം. 2022 പുറത്തിറങ്ങിയിട്ടുള്ള ഒരു സിനിമയാണ്. സിനിമയുടെ പേര് ഫ്രെഡി എന്നുള്ളതാണ്. ഈ ഒരു സിനിമയുടെ കഥ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ചിത്രത്തിലെ കഥാനായകൻ എന്നുള്ളത് ഒരു ഡെൻ്റൽ ഡോക്ടറാണ്. ആളെ സംബന്ധിച്ചിടത്തോളം ഒരു ഷൈ ആയിട്ടുള്ള ഒരാളാണ്, അല്ലെങ്കിൽ ഈ സോഷ്യലി അത്രത്തോളം ഒരു അറ്റാച്ച്മെൻ്റ് ഉള്ള, അല്ലെങ്കിൽ നമ്മൾ ഇൻട്രോവേർട്ട് എന്നൊക്കെ പറയില്ല, ആ ഒരു ടൈപ്പ് ക്യാരക്ടർ ആണെന്ന് പറയാൻ സാധിക്കും ഈ ഫ്രെഡി എന്നുള്ളത്. എന്തായാലും അദ്ദേഹം 5 വർഷക്കാലമായിട്ട് ഒരു വിവാഹം കഴിക്കാൻ വേണ്ടി മാട്രിമോണിയിലൂടെയൊക്കെ തന്നെ പെണ്ണുകാണലൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ വരുന്ന പെണ്ണുങ്ങൾക്കൊന്നും തന്നെ നമ്മുടെ നായകനെ ഇഷ്ടമല്ല എന്നുള്ളതാണ് വസ്തുത. കാരണം നിങ്ങൾക്ക് മനസ്സിലായി കാണും, അത്തരത്തിലുള്ള ഒരു സ്വഭാവമാണ് അദ്ദേഹത്തിൻ്റേത്. എന്തായാലും ഒരു ഘട്ടത്തിൽ ഒരു ലേഡിയെ മീറ്റ് ചെയ്യണം. ഒരു വിവാഹ ചടങ്ങിൻ്റെ ഒരു പരിപാടി നടക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ലേഡിയെ കാണുകയാണ്. ആ ഒരു സ്ത്രീയുടെ പേര് എന്നുള്ളത് കെയ്നസ് എന്നുള്ളതാണ്. എന്തായാലും അവളെ കണ്ട ഒറ്റ മാത്രയിൽ തന്നെ നമ്മുടെ നായകൻ ഇഷ്ടമായി. പക്ഷേ അവൾക്ക് ഒരു ഹസ്ബൻഡ് ഉണ്ട്, അല്ലെങ്കിൽ അവൾ വിവാഹിതയുമാണ്. ഇനി എന്തൊക്കെയാണ് സംഭവിച്ചതെന്നുള്ളത് നിങ്ങൾ സിനിമ കണ്ട് തന്നെ മനസ്സിലാക്കിയെടുക്കുക. ഈ ഒരു സിനിമയുടെ ഒരു സ്ട്രെങ്ത് ആയിട്ടുള്ള വശം എന്നുള്ളത് ഈ ഒരു സിനിമയിലെ ഫ്രെഡി എന്ന് പറയുന്ന ക്യാരക്ടറും ആ ഒരു ക്യാരക്ടർ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്ന കാർത്തിക് ആര്യൻ എന്ന് പറയുന്ന ആക്ടറുമാണ്. ഇപ്പം ആ ഒരു കഥാപാത്രത്തെ പറ്റി പറയുമ്പോൾ ആ ഒരു കഥാപാത്രമായിട്ട് പ്രേക്ഷകർക്ക് ഒരു ഇമോഷണലി ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാകുന്നുണ്ട്. ശരിക്കും അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇമോഷൻസ്, വികാരങ്ങൾ, അല്ലെങ്കിൽ സിറ്റുവേഷൻസ്, ഇതെല്ലാം തന്നെ പക്ക കൺവീൻസിങ് ആണ് പ്രേക്ഷകർക്ക്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കഥാപാത്രത്തിനൊത്ത് ട്രാവൽ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ 2 മണിക്കൂർ ആണ് സിനിമയുടെ ലെങ്ത്, ഈ 2 മണിക്കൂറും പ്രേക്ഷകർക്ക് എൻഗേജിംഗ് ആയിട്ട് ട്രാവൽ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അതിന് മെയിൻ ആയിട്ടുള്ള 2 ഘടകങ്ങൾ. ഒന്ന്, ഈ ഒരു കഥാപാത്രത്തെ എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു വിധം, അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിനെ തിരക്കഥയിലൂടെയൊക്കെ തന്നെ എഴുതി പ്രേക്ഷകരിലേക്ക് എത്തിച്ച വിധവും, അതുപോലെ തന്നെ കാർത്തിക് ആര്യൻ്റെ ഒരു അന്യായ പ്രകടനമാണ്. ഇപ്പോൾ ഇതിൻ്റെ സ്ക്രീൻ പ്ലേ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും മൊത്തത്തിൽ അൺപ്രഡിക്റ്റബിൾ ആണ് എന്നൊന്നും പറയാൻ പറ്റില്ല. നമുക്കൊരു ഘട്ടത്തിൽ എത്തിക്കഴിയുമ്പോൾ സിനിമയുടെ ഒരു സ്വഭാവം എന്താണ് എന്നൊക്കെ മനസ്സിലാവും. എങ്കിൽ കൂടി നമുക്ക് ബോറടിയില്ല, അത്രത്തോളം എൻഗേജിങ് ആക്കിയാണ് സിനിമയുടെ ഒരു സ്ക്രീൻ പ്ലേ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ ഇദ്ദേഹത്തിൻ്റെ കഥാപാത്രത്തെ നല്ല രീതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. കൂടാതെ കാർത്തിക് ആര്യൻ, എൻ്റെ പൊന്നോ, അന്യായ പ്രകടനം എന്ന് പറയാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ കഥാപാത്രം നിങ്ങൾ കണ്ട ഒരു ഘട്ടത്തിൽ എത്തിക്കഴിയുമ്പോൾ നമ്മൾ ആലോചിക്കും, ശരിക്കും ഈ ആക്ടർ ഇങ്ങനത്തെ സ്വഭാവക്കാരനാണോ? നമുക്ക് അത്തരത്തിലുള്ളൊരു ചിന്ത വരും. അത്രയ്ക്കും ഒരു ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഒരു പ്രകടനമാണ്. ആ ഒരു കഥാപാത്രത്തിന് വേണ്ടി അത്രത്തോളം ഇൻറ്റൻസീവായിട്ട് തന്നെ അദ്ദേഹം ഹാർഡ് വർക്ക് ചെയ്ത് തന്നെ ആ ഒരു കഥാപാത്രത്തെ ഉൾക്കൊണ്ടുകൊണ്ട് സ്ക്രീനിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അതും ഒരു വലിയൊരു പ്ലസ് പോയിന്റ് എന്ന് പറയാൻ സാധിക്കും. കൂടാതെ ഈ ഒരു സിനിമയ്ക്കുള്ളിൽ ആ ഒരു നായികയായിട്ട്, അല്ലെങ്കിൽ ഞാൻ പറയുന്നില്ല, ഒരു വിവാഹിതയായിട്ടുള്ള ഒരു ലേഡി കടന്നെത്തുന്നത്, ആ ഒരു ആക്ട്രസിൻ്റെ പേര് എന്നുള്ളത് അലയ എഫ് എന്നുള്ളതാണ്. പുള്ളിക്കാരത്തിയും ഒരു അന്യായ പ്രകടനമാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പെർഫോമൻസ് കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ നമുക്ക് സിനിമയായിട്ട് ഇഴുകിച്ചേരാൻ വേണ്ടി മറ്റൊരു കാരണമായി മാറിയിട്ടുള്ളത് തിരക്കഥ പോലെ തന്നെ ഈ അഭിനേതാക്കളുമായിരുന്നു. പിന്നെ ടെക്നിക്കൽ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും BGMs, അതുപോലെ തന്നെ സിനിമാറ്റോഗ്രഫി കാഴ്ച, 2 ആ ഒരു എലമെൻസും നല്ല രീതിയിൽ ഇമ്പാക്റ്റ്ഫുൾ ആയിട്ട് തന്നെയാണ് സിനിമയ്ക്കുള്ളിൽ നിന്നിട്ടുണ്ടായിരുന്നത്. ഈ സിനിമ കാണുവാണെങ്കിൽ നിങ്ങൾ ഒരു ഹോം തിയേറ്ററൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ആ BGMs ഒക്കെ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ സാധിക്കും. ആ ഒരു സൗണ്ട് ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ. കൂടാതെ ഇതിലെ ഒരു ഛായാഗ്രഹണം, അല്ലെങ്കിൽ സിനിമാറ്റോഗ്രഫി കാഴ്ച എന്നൊക്കെ ഉള്ളത് ബ്രില്യൻ്റ് ആയിരുന്നു. എസ്പെഷ്യലി ക്ലൈമാക്സിൽ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്, അത് ലൈറ്റിംഗ് ഒക്കെ വെച്ചിട്ട് നല്ല രസമായിരുന്നു. ഒരു ക്ലൈമാക്സിൽ കുറച്ച് ആംബിയൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓവറോൾ പറയുമ്പോഴത്തേക്കും ഈ സിനിമ അത്യാവശ്യം നിങ്ങൾക്ക് ഒന്ന് കണ്ടിരിക്കാം. പിന്നെ ആകെ കൂടി തോന്നിയ ഒരു 2 കാര്യങ്ങൾ എന്നുള്ളത്, ഒന്ന്, ഈ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ആധികാരികമായിട്ടൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ ഇതിൽ കുറച്ച് ലോജിക്കൽ മിസ്റ്റേക്കുകൾ, അല്ലെങ്കിൽ കുറച്ച് ലൂപ്പ് ഹോൾസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എസ്പെഷ്യലി ഈ ഒരു സിനിമയ്ക്കുള്ളിൽ ക്രൈം നടക്കുന്നുണ്ട്. ആ ക്രൈം അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഒന്നും തന്നെ കണ്ടെത്താൻ സാധിക്കുന്നില്ല. അത് ഒരിക്കലും നമുക്ക് കൺവീൻസിങ് ആകില്ല. കാരണം നമ്മൾ പല വഴി ചിന്തിച്ച് നോക്കുമ്പോഴത്തേക്ക് ഇത് ഇങ്ങനെ ചെയ്താൽ ഇത് സിമ്പിളായിട്ട് കണ്ടെത്താൻ പറ്റുന്ന ഒരു സംഭവം അല്ലേ എന്നൊക്കെ നമുക്ക് ചോദ്യം വരും. അതുപോലെ തന്നെ എൻഡിങ്ങോട് എടുത്തു കഴിയുമ്പോഴത്തേക്ക് സിനിമ ഒരു 5-10 മിനിറ്റ് കൂടി മുന്നോട്ട് പോകേണ്ടതായിരുന്നു എന്നുള്ളൊരു തോന്നലും കുറച്ച് പ്രേക്ഷകർക്ക് തോന്നാനുള്ള ചാൻസ് ഉണ്ട്. എന്നിരുന്നാൽ കൂടിയും നിങ്ങൾക്ക് ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ സിനിമ കാണണം, അല്ലെങ്കിൽ ഒരു ക്രൈം ത്രില്ലർ സിനിമ കാണണം, എസ്പെഷ്യലി പറയേണ്ടത് റിവഞ്ച് ത്രില്ലർ സിനിമകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സിനിമ തന്നെയാണ്. എന്തായാലും ഈ ഒരു സിനിമ ഞാൻ ആമസോൺ പ്രൈമിലൂടെയാണ് കണ്ടത്. സിനിമയുടെ ലിങ്ക് കിട്ടുകയാണെങ്കിൽ ടെലിഗ്രാമിൽ കൊടുത്തേക്കാം. ഇംഗ്ലീഷ് സബ്ടൈറ്റിൽ മാത്രമേ ഉള്ളൂ, അത് ഒന്ന് മൈൻഡിൽ വെക്കുക. മലയാളം ഉള്ളതായിട്ട് എനിക്ക് അറിയില്ല. എന്തായാലും ഈ ഒരു സിനിമയ്ക്ക് ഒരു 7 out of 10 ആണ് നൽകുന്നത്, 10/7. എന്നെ സംബന്ധിച്ചിടത്തോളം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ഫിലിം. പിന്നെ ഫാമിലിയായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നില്ല, കാരണം ലിപ് കിസ്സും കാര്യങ്ങളൊക്കെ തന്നെ നല്ല രീതിയിൽ ഈ ഒരു സിനിമയ്ക്കുള്ളിൽ അവിടെ ഇവിടങ്ങളിലൊക്കെ ആയിട്ട് വന്ന് പോകുന്നുണ്ട്. കുറച്ച് ഗ്ലാമറസ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ട്. സോ നിങ്ങൾ തനിച്ചിരുന്ന് മെച്യൂർഡ് ആയിട്ടുള്ളവർ കാണാനും കൂടി ശ്രമിക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് കാണാം.